ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷിനെ വിളിച്ച് അവന്തിക പറയുകയാണ്, നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ആ സന്ധ്യയാണ് നമ്മുടെ പ്ലാനെല്ലാം തകർത്തത്. ഇത് കേൾക്കുന്ന ധനുഷ് ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, ആ സന്ധ്യ നമുക്കൊരു ബാധ്യതയാകുമെന്ന്. ഇനി ആ കബീർ എന്റെയോ നിന്റെയോ പേര് പറഞ്ഞാൽ നമ്മുടെ കാര്യം ഗോവിന്ദ. അതേസമയം അനഘ മുറിയിലേക്ക് വരുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അനഘ പറയുകയാണ്, ഇന്ന് നടന്നതിൻ്റെയൊക്കെ പിന്നില് ചേച്ചിയാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ദേ അനഘേ, നീ ചുമ്മാ തെറ്റിദ്ധാരണ കൊണ്ട് ഓരോന്ന് പറയാൻ നിൽക്കരുതെന്ന് അവന്തിക പറയുമ്പോൾ അനഘ പറയുകയാണ്, അതെ, ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഞാൻ അവന്തികയുടെ അനിയത്തി അനഘ അല്ലാണ്ടാകണം. അർച്ചനേട്ടത്തി പ്രസവിക്കുമെന്നറിഞ്ഞപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള സർജറി ചേച്ചിയാണ് പ്ലാൻ ചെയ്തതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഞാൻ എന്താണെങ്കിലും ഈ കാര്യം നന്ദേട്ടനോട് പറയുമെന്ന് അനഘ പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അനഘയുടെ കയ്യിൽ പിടിച്ച് നിർത്തുകയാണ്. ഞാൻ എന്താണെങ്കിലും നന്ദേട്ടനോട് ഈ കാര്യം പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് അനഘ പോകാനൊരുങ്ങുമ്പോൾ അനഘയുടെ നേരെ കൈ ഓങ്ങുകയാണ് അവന്തിക. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്ന നന്ദൻ അവന്തികയെ തടയുന്നു. നീ എന്തിനാ അനഘയെ തല്ലാൻ പോയതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നന്ദേട്ട, ഇവള് പറയുന്ന കേട്ടില്ലേ, ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നതിന്റെയൊക്കെ പിന്നില് ഞാനാണെന്നാ ഇവള് പറയുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ നീയാണോ എന്ന് എനിക്കും സംശയമുണ്ടെന്ന് നന്ദൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ആ ഡോക്ടർ ഇതുവരെ നിന്റെ പേര് പറയാത്തത് കൊണ്ട് മാത്രം നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിന്നെ ഇവിടെ തന്നെ ഇട്ട് ഞാൻ കുഴിച്ചു മൂടും. അനഘേ, നീ വരാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് അനഘയും കൊണ്ട് നന്ദൻ അവിടുന്ന് പോകുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അർച്ചനെ സമാധാനിപ്പിക്കുകയാണ് സച്ചി. അങ്ങനെ അവർ തിരികെ നെല്ലിശ്ശേരിയിലെത്തുമ്പോൾ സേതുമാധവൻ അർച്ചനയോട് ക്ഷമ ചോദിക്കുകയാണ്. മോളെ, സത്യമായിട്ടും ആ ഡോക്ടർ ഇത്തരക്കാരനാണെന്ന് അച്ഛൻ അറിയില്ലായിരുന്നെന്ന് സേതു പറയുമ്പോൾ എനിക്കറിയാൻ വച്ച അച്ഛൻ അറിഞ്ഞുകൊണ്ടെന്താണെങ്കിലും എന്നെ ഒരു തെറ്റിലേക്ക് പറഞ്ഞു വിടില്ലല്ലോ എന്ന് അർച്ചന പറയുന്നു. അങ്ങനെ സച്ചിയും മീരയും സന്ദീപും കൂടി അർച്ചനെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദേഷ്യത്തോടെ അവന്തികയെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് സേതുമാധവൻ. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ അവന്തികയെ വിളിപ്പിച്ചിരിക്കുന്നതാണ്. സത്യമായിട്ടും ആ ഡോക്ടർ അങ്ങനെ ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛാ എന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് സേതുമാധവൻ. നിന്റെ വാക്ക് കേട്ട് അവരെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഞാനല്ലേ, അപ്പോ ഇതില് നിന്നെ പോലെ ഞാനും ഒരു കാരണക്കാരനായില്ലേ? അറിഞ്ഞു വെച്ചുകൊണ്ട് അർച്ചനെ ഒരു അപകടത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? എനിക്ക് സത്യമായിട്ടും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നെന്ന് അവന്തിക പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. ഇനി മേലിൽ ഇതുപോലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ അവന്തികയുടെ അടുത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് ദേഷ്യത്തോടെ സേതുമാധവൻ പറയുമ്പോൾ ശരി അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അകത്തേക്ക് പോകുന്നു. രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അനഘ അർച്ചനയ്ക്ക് കൊണ്ടുചെന്ന് കഞ്ഞി കൊടുക്കുന്നതാണ്. അങ്ങനെ അനഘ മുറിയിൽ നിന്ന് പോകുമ്പോൾ അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഞാൻ കരുതിയത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഞാനായിരുന്നെന്നാ. പക്ഷെ ഇപ്പോൾ ഡോക്ടറിന്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാളും വലിയ ക്രിമിനലുകൾ ഈ നാട്ടിലുണ്ടെന്ന്. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ്, നിന്ന് വാചകമടിക്കാതെ നിങ്ങൾ പോകാൻ നോക്ക്. സത്യമായിട്ടും നിനക്ക് നല്ലത് വരട്ടെ എന്ന് കരുതിയ അർച്ചനെ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ തന്നെ മുഹമ്മദ് കബീർ എന്ന് പറയുന്ന ഡോക്ടറെ കണ്ടുപിടിച്ചതും അയാളോട് എന്റെ യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞതും. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അർച്ചനെ നോക്കുകയാണ്. നിന്നോടിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവന്തിക എഴുന്നേൽക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അർച്ചന ചെന്ന് കതകിന് കുറ്റിയിടുകയാണ്. ഇതൊക്കെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്കൊരു സമ്മാനം തരണമെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ മുഖമടക്കിവെന്ന് കൊടുക്കുകയാണ് അർച്ചന. ഒരെണ്ണത്തിൽ നിർത്തരുതെന്നാ ഞാൻ കരുതിയത്, പക്ഷെ ഇനിയും നിങ്ങൾ അടികൊള്ളാനുള്ള അവസരം ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. പേടിയോടെ അർച്ചനയെ നോക്കി നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. അതേസമയം സച്ചി വന്ന് കതകിൽ തട്ടുന്നു. അർച്ചന ചെന്ന് കതക് തുറന്നു കൊടുക്കുമ്പോൾ അവന്തിക പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവുകയാണ്. ഏട്ടത്തി എന്തിനാ വന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്കുള്ള കഞ്ഞിയുമായിട്ട് വന്നതാണെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. സച്ചി സ്നേഹത്തോടെ അർച്ചനയ്ക്ക് കഞ്ഞി കോരി കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിലെത്തുന്ന അവന്തിക തന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അർച്ചനയുടെ കാര്യം ഓർക്കുന്നതാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഉറക്കം എഴുന്നേറ്റ് വരുന്ന സേതുമാധവനെയാണ്. പൂജാമുറിയിൽ വിളക്കുകൾ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. മുറിയിലെ ലൈറ്റുകളും ഒന്നും തന്നെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന സേതുമാധവൻ സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പത്രങ്ങളെല്ലാം അവിടെ ഇവിടെയായി ചിതറിക്കിടപ്പുണ്ടായിരുന്നു. തുടർന്ന് സേതുമാധവൻ ഇറങ്ങിച്ചെന്ന് പത്രങ്ങളുമായിട്ട് അകത്തേക്ക് കയറുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.